അപ്പോൾ കോമ്പാറ്ററിനെ കളിക്കാൻ ആരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ? വാ. അപ്പോൾ ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചത്തു നോക്കിയോ. അപ്പോൾ ഗൈസ് കുറേ കാലമായി വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മൾ ഈ കളി ജയിക്കും. നമ്മളിന്ന് 2 കളി ജയിച്ചിട്ടേ വീട്ടിൽ പോകുള്ളൂ. അതുവരെ എല്ലാവരും കണ്ടോണ്ടിരുന്നോ? അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് അടിച്ചു കൊല്ലും. അയ്യോ ചത്തു. കുഴപ്പമില്ല. 27, 28, 23 അവൻ ചത്തു. ചത്തില്ല. 31 ഡിറ്റക്റ്റല്ലോ. ഹലോ മച്ചാനെ, സുഖല്ലേ? റെഡി? ഹലോ മച്ചാനെ, റെഡി? ഞാൻ ചത്തു. ഇങ്ങനെ ചത്തിട്ടാ പഠിക്കുക. അതറിയില്ല. ഞാൻ ഒരു കാലത്തൊക്കെ എത്ര ചത്തുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം, എനിക്ക് ഈ ഗ്രനേഡ് ഒന്ന് എറിഞ്ഞിട്ട് പറയാം. ചാവ്, എല്ലാം ചാവ്. ഹലോ, ബായ് ബായ്. അപ്പോൾ ഗൈസ് പറയാൻ വന്നത്, ഞാൻ ഈ അക്കൗണ്ട് തുടങ്ങിയത്, ഈ അക്കൗണ്ട് ഞാൻ മുമ്പേ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കോമ്പാറ്ററിനെ കളിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിൻ്റെ അടിയിൽ ഇരുന്ന് ചാവും. ഇനി എങ്ങനെ എണിക്കും? അയ്യോ. ഭൂമിൻ്റെ അടിയിലെത്തിയ ഞാൻ. കേട്ടോ? നിക്ക്. അപ്പോൾ ഗൈസ് കോമ്പാറ്ററിനെ തുടങ്ങിയത് ഞാൻ ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. പട്ടപ്പട്ടേ എല്ലാത്തിനെയും കൊന്നു ഇന്നലെ. എന്നിട്ട് ഒറ്റയടിക്ക് 8 ലെവലാക്കി. അത് എത്ര അരമണിക്കൂറെന്തോ കളിച്ചിട്ട് ചത്തുകൊണ്ടിരിക്കുന്നു. നീ ഇങ്ങനെ ചാവില്ല. അവൻ ചാവ്. അത്രേ ഉള്ളൂ. കേട്ടോ, അപ്പം റെഡിയാക്കി തരാം. 65, 55. വാ, ഇവിടെ എവിടെയോ എനിമിയുണ്ട്. കേട്ടോ ഗൈസ്, ഏതെങ്കിലും മണ്ടന്മാരോടെ പോവാ. അയ്യോ ചത്തു. വെറുതെ BGM ഇട്ട്. ടവറിൻ്റെ മേലെ കയറിയ രക്ഷപ്പെട്ടു. ആരത് ഗൈസ്? എൻ്റെ ബാഡ് ലക്ക്. ടവർ. ഹെഡ്ഷോട്ട്. അടുത്ത ആള്. ചത്തില്ലേ? അതവിടെ കുറേ ആളുണ്ടല്ലോ. ചത്തില്ല. ചത്തു. ഓക്കെ ഗൈസ്, ചിലപ്പോൾ എൻ്റെ അനിയനും കളിക്കാൻ വരും. അയ്യാ ഇതാണ് പ്രശ്നം. ഞാൻ ചിലപ്പോൾ സ്വയമായിട്ട് ചാവും. ഓടിക്കോ. ആരുമില്ല. റെഡി? എൻ്റെ അമ്മ, ഇതെന്തത്? ഇത്രയൊക്കെ പേരാ? അയ്യോ. ഹെൽത്ത് കയറ്. അയ്യോ.
എനിക്കും അറിയാം അങ്ങോട്ട് വെടിവെക്കാൻ. ചത്ത ഇല്ല, ചത്തില്ല. അതാരി മേലെന്ന് വെടിവെച്ചു. വേട 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 പോടെ പോടെ പോടെ. 299. ഞാൻ ഒന്നും കളിക്കണ്ടേ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്കും അറിയാം. ഇതാണ് എൻ്റെ കളി. ചാവാൻ നേരത്ത് ബോംബെടുത്ത് എറിയും. എന്നിട്ട് ചത്തിട്ടോ അവരവിടുന്ന് മാറി. ചിലപ്പോൾ ഇതേപോലെ വന്ന് ചാവും, സ്വയം ചാവും. ഗൈസ്, ഈ പാട്ടിൻ്റെ പേര് എന്തായാലും മൈ ബാഡ് ലക്ക് നയിക്കും കേട്ടോ. അടുത്ത വീഡിയോ പാർട്ട് 2 ഇറക്കാം. ചത്തോണ്ടായിരിക്കണം. റെഡി. ഞാൻ ചത്തു. ചാവ് മാത്രമേ ഉള്ളൂ. ചത്തില്ല. ഇതാണ് ഗൈസ് എൻ്റെ ബാഡ് ലക്ക്. ചിലപ്പോൾ ഒറ്റത്തെത്തി ചാവും. കുറേ സ്കിന്നും കുറേ പൈസ ഉണ്ടെന്നൊക്കെ ഉള്ളൂ. പൈസയൊക്കെ കിട്ടിയത് എൻ്റെ കളി കാരണമാണ്. ആ ഉള്ള കളിയും കൂടെ പോയി. ഇവരെ ആരെങ്കിലും ബാക്കിൽ പോവാം. എനിക്ക് ലാപ്ടോപ്പിൽ കളിക്കാറില്ലോ തോന്നുന്നു. ഹലോ, കുഴപ്പമില്ല. 31 അടിച്ചിട്ടിട്ടേ കാര്യമുള്ളൂ. പോടാ, ലെവലപ്പ് ആവൂ. അയ്യോ, തുടരാ ഞാൻ. ചത്തോണ്ടേ ഇരിക്കണം. ഇവരൊന്നും ചാവൂല്ല. ടീവിൽ മൊത്തം നോക്ക്. ആരും ചാവണില്ല. ഒരുത്തനെ ഹെഡ് ഷോട്ട് കൊണ്ടു. ഇവരെ ബാക്ക് പോവാ. അതൊരു എനിമി. ഡിഫീറ്റ് ആയ 137, 150. ക്രാക്കഡ് കയറി നോക്കാം. ക്രാക്കഡ് എന്താ സംഭവം? കയറി നോക്കട്ടെ. എല്ലാം ക്രാക്കഡല്ലേ ഇത്. ഭ്രാന്ത് കണ്ടു. റിവാർഡെങ്കിൽ 1000 രൂപ കിട്ടി. ഗൈസ്, ഇങ്ങനെയാണ് ഗൈസ് എനിക്ക് ഇതിലത്തെ പകുതി പൈസയും കിട്ടിയത്. ഇത് ഞാൻ ചിലപ്പോൾ ഇതെങ്കിലും കളിക്കണേ. ഹലോ, കേട്ടോ? ആ ചത്തില്ലേ? ഇപ്പം ചത്തുട്ടാ. നിങ്ങൾക്ക് എൻ്റെ കളി ഇനി കാണാൻ പോകണേ ഉള്ളൂ. കുഴപ്പമില്ല. ഈ മിനിയാറാ എപ്പോൾ ചത്താലും മിനി. അപ്പോൾ ഗൈസ്, മറ്റേ ഇതിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ബ്ലൂടൂത്ത് ഒന്നാ കണക്ട് ചെയ്യും.
അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റേ വോയിസ് ഓവർ ചെയ്തുകൊണ്ടിരിക്കണം. ഗൈസ് ഇവിടെ ഒരുത്തനുണ്ട്, അവനെ കൊന്നു. അവിടെ ഒരുത്തൻ ഓടിപ്പോണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ലാസ്റ്റ് ഈ കളി നിങ്ങൾ കണ്ട 19 ടൈമറിൻ്റെ അവിടെ കാണില്ല, 19:16 അങ്ങനെ ഒരു 20 മിനിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കണം തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇപ്പോൾ അവിടുന്ന് ഒരു ബോംബ് എടുത്തെറിയും. പക്ഷെ ആരും ഒന്നും ഉണ്ടാവില്ല, അതാ പ്രശ്നം. അവിടുന്ന് ബോംബ് മാത്രം എറിയുണ്ടാവും, പക്ഷെ ആരുടെ മേലെ കൊള്ളണ്ടോന്നും ഉണ്ടാവില്ല. ഇതാ ഇവിടെ എനിമീസ് ഇങ്ങനെ അടുത്ത് വന്നാൽ അതിൽ മറ്റേ എന്താ പറയുക, എനിമി റെഡർ അങ്ങനെ എന്തോ പറയും. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ സാധാരണ കളി ജയിക്കാറ് ഇതിൻ്റെ മേലെ കയറിയേക്കും. ഇതിൻ്റെ മേലെ കയറി എന്നിട്ട് എനിമീസ് റെഡർ അങ്ങനെ വരുന്നാൽ ഞാൻ ഇറങ്ങിക്കൊല്ലും. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ എവിടെ എങ്ങനെയെങ്കിൽ ഓടിക്കൊല്ലും. എന്നിട്ട് ചിലവിടെ മണ്ടത്തേരം കാണിച്ച് ബോംബ് സ്വയം ഇട്ട് ചാവും. എന്നിട്ട് ഇതിൽ ഓരോ ഇതുണ്ട്, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ മാത്രമേ ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഇത് 41-32 പോയിൻ്റ്. അത് പറഞ്ഞാൽ നമ്മൾ 42 പേരെ കൊന്നു, അവർ 33 പേരെ കൊന്നു. അപ്പോൾ എന്നെ കൊന്നപ്പോൾ കണ്ടില്ല 34. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് ചിലവർ അതിൻ്റെ അടിയിലൊക്കെ ഒളിഞ്ഞ് നിൽക്കും. ഇതേപോലെ ഇങ്ങനെ സ്കോപ്പിട്ട് കൊല്ലാനും പറ്റും. ഇതിലിപ്പോൾ വന്നു പറഞ്ഞ കോച്ച് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. ആ കോച്ചിൽ ഇപ്പോൾ വന്ന ഉടനെ കളിക്കാറിയാത്തവരായിരിക്കും വന്ന് ജോയിൻ ആവുക. അപ്പോൾ കളിക്കാൻ എങ്ങനെ അറിയാൻ വേണ്ടി ഇത് ഗെയിം തനിയെ നമ്മളെ കോച്ചിലിടും. കോച്ചിലിട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ അവിടെ ഫുള്ളും കളിക്കാറിയാത്ത ആൾക്കാരായിരിക്കും. മാക്സിമം ഒരു 2 പേർക്കേ കളിക്കാറുള്ളൂ. പിന്നെ ഞാൻ മുമ്പേ കളിക്കും. ഞാൻ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയപ്പോൾ അങ്ങനെ കോച്ചിലായാണ്. അപ്പോൾ അന്നൊരു ദിവസം മറ്റേ ഫ്രീ ഫോർ ഓളായിരുന്നു. അത് പറഞ്ഞാൽ എല്ലാവരെയും കൊല്ലണം, മറ്റേ ഫ്രീ ഫയറൊക്കെ പോലെ. ലെവൽ 10 ഫ്രീ ഫയറൊക്കെ പോലെ എല്ലാവരെയും കൊല്ലണം. അപ്പോൾ മറ്റേ ഓരോ ഇത് നോക്കി ലെവലും കൂടും, പിന്നെ പൈസ കിട്ടും, ഗണ്ണ് കിട്ടും, അങ്ങനെയൊക്കെ കിട്ടും. എനിക്കിപ്പോൾ 23,000 പിന്നെ നമ്മളിപ്പോൾ അന്ന് ഞാൻ 7 പേരെ കൊന്നിട്ടാണ് ജയിച്ചതിൽ. ബാക്കി എല്ലാവരും 0 പേരെ കൊന്നിട്ടും ഒരാളെയും കൊന്നിട്ടും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അത് ചിലപ്പോൾ അതിൽ പകുതി ബോട്ടായിരിക്കും, പക്ഷെ ബോട്ടിനെ കൊന്ന ഒന്നും ഉണ്ടാവില്ല. അതേപോലെ മണ്ടത്തരം കാണിച്ച് ബോംബ് വീഴും. ഗൈസ് ഇപ്പോൾ തന്നെ വീഡിയോ ഒരു 13 മിനിറ്റ്, എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഒരു 20 മിനിറ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ് എല്ലാവരും കമൻറ്റ് ചെയ്യുക. റോബ്ലോക്സ് മാത്രമല്ല, പ്ലേ സ്റ്റോറിൽ ഗെയിംസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കളിക്കാം. ഗൈസ് പിന്നെ ഈ മേലിൽ നിന്ന് കൊല്ലണമാണ് അടിപൊളി. ഇവിടെയാകുമ്പോൾ ആരും കാണില്ല. ചിലപ്പോൾ ചിലവർ സ്കോപ്പിട്ട് കൊല്ലും. ഞാനിപ്പോൾ തോക്ക് മറ്റേ സ്കിന്ന് ഏതോ വാങ്ങിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ. ഗൈസ് പിന്നെ എപ്പോഴെങ്കിലും ഒരു ദിവസം പ്ലേ സ്റ്റേഷനിലൊന്ന് കളിച്ച് നോക്കാം കേട്ടോ. ഇപ്പോൾ 92-68 അടിപൊളി കളിയായിരുന്നു. എനിക്കറിയാം ഈ കളി എനിക്ക് ജയിക്കുന്നു. മറ്റേ ഒരു കളിയിൽ മാക്സിമം ജയിക്കാൻ 150, ഇല്ലെങ്കിൽ അവരിപ്പോൾ 10 വിചാരിച്ചോ, നമുക്കൊരു 40-60 വേണം. അങ്ങനെയാണ് ഒരു കളി ജയിക്കുക നമ്മുടെ ടീം. ഇതിപ്പോൾ ടീം ഡെത്ത് മാച്ചാണ്. ഫ്രീ ഫോർ ഓൾ പറഞ്ഞാൽ ഫ്രീ ഫയർ പോലെ എല്ലാവരെയും കൊല്ലാം, അങ്ങനെയാണ് അത്. പിന്നെ ക്രാക്ക്ഡ് പറഞ്ഞിട്ട് എന്തോണ്ട്, അതും ടീം ഡെത്ത് മാച്ച് ഒന്ന് തന്നെ. പിന്നെ വേറെ എന്തൊക്കെയോ പേരുണ്ട്.
ഇപ്പം തന്നെ 107 പേരായി. ഇങ്ങനെ കൊന്നോണ്ടിരുന്ന് എൻ്റെ കൈയൊക്കെ വഴുക്കണു. എന്നിട്ട് പിന്നെ ഗായ്സ് ഇതിൽ ഓരോ മാപ്പാണ്. ഇത് ചിലവർ പറയുന്നുണ്ട് ഇത് റൈവൽസിൻ്റെ ഒരു മാപ്പാണ് പറയുന്നുണ്ട്. ആണോ എന്ന് കമൻറ്റ് ചെയ്യും. പിന്നെയും ചാവ് തന്നെ പണി ഗൈസ്. ഇവിടുന്ന് ഒരു ചാവലുണ്ട്. അയ്യോ ദേവനെ കൊല്ലും. ഓടിക്കളിക്കും, അതാ എനിക്കിഷ്ടമല്ലാത്തത് ഗൈസ്. അപ്പോൾ എൻ്റെ അടിയിൽ പോയി നിന്നിട്ട് കാര്യമൊന്നും ഇല്ലയെന്നറിയാം. എന്തായാലും ചാവാൻ തന്നെ പോണ്. ചത്തില്ല. എക്സ്പ്ലോഷൻ, ഒരാൾ ചത്തു. ബോംബിട്ടിട്ട് ഒരാൾ ചത്തു. 118 87. 119 ഗൈസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ടതാണ് കളി ഗൈസ്. ഇങ്ങനെ അന്നൊരു ദിവസം ഞാൻ ഒരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു. ആ കളിയിൽ മറ്റേ എന്താ പറയുക, ഞാൻ ബോംബ് പിടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ സൈഡിൽ കണ്ടില്ലേ, അത് തനിയെ ചാവും. അപ്പോൾ ഞാൻ പറഞ്ഞത്, അന്നൊരു ദിവസം ഞാൻ ഒരു ബോംബ് പിടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പുറത്തൊരു 10-15 പേര്. അപ്പോൾ എൻ്റെ അനിയനും കളിക്കാനുണ്ടായിരുന്നു സൈഡിൽ. എൻ്റെ അനിയൊരു 2-3 പേരെ കൊന്നു. എന്നിട്ട് അടുത്തതിൽ അവൻ ചത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബോംബിട്ട് ഒരു 5 പേരെ കൊന്നുണ്ടാവും. അവർ ടീമായി നിൽക്കണോണ്ട് എല്ലാവരും ചത്തു. പക്ഷേ കുറച്ച് വിട്ട് നിന്ന ആളൊന്നും ചത്തില്ല. എന്നിട്ട് മറ്റേ ഏതോ അടിപൊളി ഗണ്ണായിരുന്നു, ലെജൻഡറി എന്തോ. അത് ഞാൻ ഇപ്പോൾ ആർക്കോ ട്രേഡ് ചെയ്ത് അറിയാതെ അതും വെച്ചിട്ട് ഒരു 5 ആളെ കൊന്നു. അങ്ങനെ മറ്റേ ഡ്രോ ആയേണ്ട കളി മറ്റേ നമ്മൾ ജയിച്ചു, എൻ്റെ ടീം. ഇപ്പോൾ അതേപോലെ ജയിക്കുന്നു തോന്നുന്നുണ്ട്. ജയിക്കണേ. ഇതിൽ ഈ കളിയൊക്കെ ആണെങ്കിൽ ഒരു 150-60 ആയാൽ ജയിക്കും തോന്നുന്നുണ്ട്. ഓക്കെ ഗായ്സ്, ചത്തില്ല. ചത്തു. വിനയും ചത്തില്ലേ. ഇത്ര അടുത്ത് ബോംബ് വീണിട്ട് ചത്തില്ല. അന്ന് നേരത്തെ ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ആ മഞ്ഞ ബോക്സ് കണ്ടില്ലേ, അവിടെ ഒരു ബോംബ് പൊട്ടിയപ്പോൾ ഞാൻ ചത്തു. ഈ റെഡ് ലൈൻ, തോക്കിൻ്റെ പേരാണ് റെഡ് ലൈൻ ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കളി ജയിക്കും. കളി ജയിക്കണേ. ഒരു 150. അപ്പോഴേ എനിക്കറിയായിരുന്നു കളി ജയിക്കുമെന്ന്. കളി ജയിച്ചു. ഗൈസ്, ഈ കളി ജയിച്ചു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോ ആകുമ്പോഴേക്കും ഈ വീഡിയോയിൽ കമൻ്റൊക്കെ ഇടുക കേട്ടോ, ഏത് ഗെയിം കളിക്കണമെന്ന്. ബൈ.